ഇങ്ങനെ തീ തിന്ന് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകുന്നു. എന്നാ പിന്നെ എല്ലാരും ഇതുപോലെ അങ്ങ് ചിന്തിച്ചാ മതിയല്ലോ അമ്മേ. ചേച്ചി ഭാരത്. അമ്മേ ഭാരത് വന്നു. ഭാനു എവിടെ? ഭാനു എവിടാ? നീ അമ്മയെ പറ്റിക്കാൻ വേണ്ടിട്ട് നീ അവിടെ മാറ്റി അവിടെ ഉണ്ടെന്നേ. ഭാനു എന്താടാ വിളിച്ചിട്ട് വരാത്തെ? ചിലപ്പോ ഞാൻ അവളെ വഴക്ക് പറയുന്നു പറഞ്ഞോണ്ട് അവളവിടെ നിൽക്കായിരിക്കും. ഞാൻ പോയി വിളിച്ചു വരാം. എന്താ ഭാരത്തെ, നീ കാര്യം പറയെന്താ? എന്തിയാടാ? അവൾ വന്നിട്ടില്ലമ്മേ. എന്താടാ നീ അവൾക്ക് പിന്നാലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ ചേച്ചി, ആ വണ്ടിയില് ഭാനുവിന്റെ ഫോൺ മാത്രമേ ഉണ്ടായുള്ളൂ. അത് പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. അവളുടെ ഫോൺ എങ്ങനെയാ വണ്ടിയിൽ വന്നതെന്ന് അറിയില്ല. നിനക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അയ്യോ അമ്മ കരയരുത് അമ്മേ. അമ്മേ അമ്മ ഇങ്ങനെ കരയാതെ അമ്മേ. ചേച്ചി, എന്തായാലും ആ വണ്ടിയും അതിലുണ്ടായിരുന്ന രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാ ചേച്ചി, ഭാനുവിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ ഏതോ ഒരു ട്രാപ്പിൽ പെട്ടതാ. പിന്നെ ഭാനുവിന്റെ ഫോണിൽ നിന്ന് അവസാനം വിളിച്ചിരിക്കുന്നത് ജയേഷിന്റെ ഫോണിലേക്കാ.